ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദിവ്യ. അങ്ങനെ കുറേ നാളിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാനൊരു സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ട് വരുന്നത്. ആക്ച്വലി കുറേ നാളായി ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം ഈ ഇടയ്ക്ക് ഞാൻ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. കാണാത്തവർ എന്തായാലും പോയി കാണുക. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു സ്കിൻ കെയർ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഞാൻ മാക്സിമം ബ്രീഫാക്കാൻ ഞാൻ ശ്രമിക്കാം. എനിക്ക് അറിയാവുന്ന ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഈവൻ മോർണിംഗിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും ഭയങ്കര മിനിമലാണ്. കാരണം എനിക്ക് സ്കിൻ കെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര മിനിമലായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു മിനിമൽ റുട്ടീനിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് മോർണിംഗ് റുട്ടീനിലാണ് വരുന്നത്. ഈവൻ ഇപ്പം മാത്രമല്ല കേട്ടോ, ഞാൻ സ്കിൻ കെയർ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 4 years എന്തോ ആയിട്ടുള്ളൂ. ഈ ഒരു 4 വർഷത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണിയിലും എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. കാരണം സൺസ്ക്രീൻ എൻ്റെ സ്കിന്നിനെ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിൻ ടെക്സ്ചറൊക്കെ ഒത്തിരി ഇംപ്രൂവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് എന്തായാലും എനിക്കറിയാവുന്ന സൺസ്ക്രീൻ റിലേറ്റഡ് കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ സൺസ്ക്രീനെ പറ്റി എന്തിനാണ് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യണത്, എങ്ങനെ യൂസ് ചെയ്യാം. സെക്കൻഡ് നമ്മുടെ സൺസ്ക്രീൻ റിലേറ്റഡ് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്ന് ഷെയർ ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് കറണ്ട് സൺസ്ക്രീനും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും ഒരുപാട് ഇൻട്രൊഡക്ഷൻ വലിച്ചു നീട്ടണ്ട, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ UV റേസ് അഥവാ അൾട്രാ വയലറ്റ് റേസിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണത്. ഈ UV റേസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് UV റേസ് ഉണ്ട്. UVA, B, C. മെയിൻ ആയിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത് ഈ UVAയും UVB റേസിനെതിരെയാണ്. കാരണം ഈ UVA റേസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഏജ് ആക്കുന്നത് UVA റേസ് ആണ്. UVB റേസ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണ്. കാരണം അത് നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാൻ കൂടുതൽ ചാൻസസ് ഉള്ളത് UVB റേസിനാണ്. അപ്പോൾ നമുക്ക് മേജർ ആയിട്ടും പ്രൊട്ടക്ഷൻ വേണ്ടത് ഈ 2 റേസിനെതിരെയാണ്, UVA റേസും UVB റേസും. ആൻഡ് ഈ സൺസ്ക്രീൻ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഏജും ഒരു ഫാക്ടർ അല്ല, ജെൻഡറും ഒരു ഫാക്ടർ അല്ല. എല്ലാവർക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഈവൻ നിങ്ങൾ സ്കിൻ കെയറിലേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. സോ സൺസ്ക്രീൻ ഈവൻ കുട്ടികൾക്കും നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. പക്ഷേ കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീൻ അല്ലാതെ നോർമൽ സൺസ്ക്രീൻ ലോഷൻസ് നമുക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി സൺസ്ക്രീൻ എങ്ങനെ അപ്ലൈ ചെയ്യണം? ആക്ച്വലി നമ്മൾ വീട്ടിന് പുറത്തിറങ്ങുന്നതിന് ഒരു 10 to 15 minutes മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ കൂടുതലും പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 hours ടൈം ഗ്യാപ്പിൽ റീഅപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ആക്ച്വലി അത് പറ്റാറില്ല. കാരണം ഞാനിപ്പോൾ ഓഫീസിനകത്തായതുകൊണ്ട് അങ്ങനെ റീഅപ്ലൈ ചെയ്യാറില്ല. ഈവൻ പുറത്താണെങ്കിൽ കൂടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്കത് പറ്റാറില്ല. ബട്ട് ഇഫ് യു ക്യാൻ പ്ലീസ് ഡു റീഅപ്ലൈ. ഒരു 3 to 4 hours ടൈം ഗ്യാപ്പിൽ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുക. അതും ഭയങ്കര നല്ലതായിരിക്കും. ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും 3 finger റൂൾ ട്രൈ ചെയ്യുക. കാരണം ചിലവർ നമുക്ക് 2 finger റൂൾ എന്ന് പറയും, പക്ഷേ ഓൾവേസ് ഗോ ഫോർ 3 finger റൂൾ. 3 finger റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഈ 3 ഫിംഗറിലും കുറച്ചെടുത്തിട്ട് ഈ 2 ഫിംഗറിലുള്ള സൺസ്ക്രീൻ ഫേസിലേക്ക് യൂസ് ചെയ്യുക. ആൻഡ് 3ാമത്തെ ഫിംഗറിലുള്ള സൺസ്ക്രീൻ നെക്കിലേക്ക് യൂസ് ചെയ്യുക. കാരണം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് സൺസ്ക്രീൻ എടുക്കുമ്പോൾ ഈ 3 ഫിംഗറിൽ എടുത്തിട്ട് ഈ 2 എണ്ണം നമ്മുടെ ഫേസിലും അപ്ലൈ ചെയ്യുക. ഈ 3ാമത്തെ ഫിംഗറിലുള്ള സൺസ്ക്രീൻ നെക്കിലും അപ്ലൈ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഫാക്ടർ ചെക്ക് ചെയ്തിട്ടാണ് സൺസ്ക്രീൻ വാങ്ങിക്കേണ്ടത്? ഏറ്റവും മേജർലി നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഫോമുലേഷനുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് സൺസ്ക്രീനിൽ മാത്രമല്ല, ഞാൻ എൻ്റെ മിക്ക സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു മേജർ ഫാക്ടറാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വേറെ ആർക്കെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് വർക്ക് ചെയ്യാറുണ്ടാവില്ല. അത് ബിക്കോസ് അവരുടെ സ്കിൻ ടൈപ്പ് വേറെയാണ്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വേറെയാണ്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്താൽ നിങ്ങൾക്കും അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അത് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. അത് നിങ്ങളുടെ പെർട്ടിക്കുലർ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഫസ്റ്റ് മനസ്സിലാക്കുക, അതിന് പറ്റിയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അത് ഈ സൺസ്ക്രീനിൻ്റെ കേസിലും ബാധകമാണ്. നിങ്ങൾ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. ആൻഡ് സെക്കൻഡ് തിങ്, SPF ഫാക്ടർ. നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ ഒരു SPF 30 to 50+ സൺസ്ക്രീൻ ആണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഞാൻ പ്രിഫർ എപ്പോഴും ചെയ്യുന്നത് SPF 50+ സൺസ്ക്രീൻ ആയിരിക്കും. അപ്പം SPF ഫാക്ടർ ശ്രദ്ധിക്കുക. ആൻഡ് SPF മാത്രം ശ്രദ്ധിക്കരുത്. കാരണം SPF ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് UVB റേസിനെതിരെ മാത്രമേ പ്രൊട്ടക്ഷൻ തരാറുള്ളൂ. അപ്പോൾ SPF ഫാക്ടറിന്റെ കൂടെ 3ാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
PA+++ എന്നൊരു ഫാക്ടർ കൂടെ കാണും. PA+++ ഉള്ള സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് UVA റേസിനെതിരെ പ്രൊട്ടക്ഷൻ കൂടെ കിട്ടത്തുള്ളൂ. SPF മാത്രമാണെന്നുണ്ടെങ്കിൽ UVB റേസിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും. നമുക്ക് UVA റേസിനെതിരെ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ PA ഫാക്ടറോടുള്ള സൺസ്ക്രീൻ ചെക്ക് ചെയ്യാം. PA ഒരു 4+, എത്ര പ്ലസ് ഉണ്ടോ അത്രയും നല്ലത്. അപ്പോൾ PA ഫാക്ടറോടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കുറച്ച് മിസ്കൺസെപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് കൂടുതൽ കോമൺ ആയിട്ട് ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിലവർ വീടിനകത്താണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. കാരണം എല്ലാവരും ചിന്തിക്കുന്നത് വീടിന് പുറത്ത് പോകുമ്പോൾ മാത്രം സണ്ണിലേക്കുള്ള ഡയറക്റ്റ് എക്സ്പോഷർ കിട്ടുമ്പോൾ മാത്രം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ പോരെ. അല്ല, നമുക്ക് UV റേസ് ഈവൻ ലൈറ്റിൽ നിന്നും നമ്മുടെ ഫോണിൽ നിന്നും ഒക്കെ നമുക്ക് UV റേസിന് എക്സ്പോഷർ ഉണ്ട്. അപ്പം വീടിനകത്താണെങ്കിലും നിങ്ങൾ കുറച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ റീഅപ്ലൈ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് 1 ടൈം നിങ്ങൾക്ക് സൺസ്ക്രീൻ എല്ലാ ദിവസവും രാവിലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആണ്. സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ മേജർ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണല്ലോ. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കിട്ടാണ്ടിരിക്കും. ഒരിക്കലും ഇല്ല. സൺസ്ക്രീൻ ഒരിക്കലും വൈറ്റമിൻ ഡി ബ്ലോക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും വൈറ്റമിൻ ഡി കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ പഴയ ആൾക്കാർ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ ഇപ്പോൾ എന്തിനു യൂസ് ചെയ്യണം? ആക്ച്വലി പണ്ടത്തെ ആ ഒരു ക്ലൈമറ്റും എൻവയോൺമെന്റും ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റും എൻവയോൺമെന്റും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പം നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന UV റേസ് ഭയങ്കര ഹാർഷുമാണ്, കൂടുതലുമാണ്. അപ്പോൾ പണ്ടത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു UV റേസ് ഭയങ്കര ഹാർഷ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പ്രൊട്ടക്ഷൻ വേണം. കാരണം കൂടുതലും ആൾക്കാർക്ക് സ്കിന്നിൽ പൊള്ളൽ വരുന്നുണ്ട്, സ്കിൻ ക്യാൻസേഴ്സ് കൂടുതലാണ് ഇപ്പോൾ. അതൊക്കെ ബിക്കോസ് നമ്മുടെ UV റേസ് ഭയങ്കര ഹാർഷാണ്, കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും സൺസ്ക്രീൻ ഇപ്പോഴത്തെ എൻവയോൺമെന്റിൽ നമുക്ക് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ടോൺ ഉള്ള ആൾക്കാർക്കില്ലേ, അവർ ആക്ച്വലി കൂടുതലും സൺസ്ക്രീൻ്റെ യൂസേജ് കുറവാണ്. കാരണം അവർക്ക് അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ദാറ്റ്സ് ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ ടോണിൽ ഈ മെലാനിൻ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മെലാനിൻ കണ്ടന്റ് നമ്മുടെ സ്കിൻ ടോണിൽ കൂടുതലായതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ കാര്യത്തിൽ ആക്ച്വലി നമ്മൾ ഭയങ്കര ലക്കിയാണ് കേട്ടോ. കാരണം നമുക്ക് സൺലൈറ്റിനെതിരെ ആ ഒരു UV റേസിനെതിരെയുള്ള ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്കിന്നിലുണ്ട്. ഇറ്റ്സ് ബിക്കോസ് വി ഹാവ് മെലാനിൻ കണ്ടന്റ്. നമ്മുടെ സ്കിന്നിൽ മെലാനിൻ കണ്ടന്റ് കൂടുതലാണ്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ എൻവയോൺമെന്റിൽ അത് ഇനഫ് അല്ല. ഈവൻ നമുക്കൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ UV റേസ് ഭയങ്കര ഹാർഷാണ്. സോ എന്തായാലും സൺസ്ക്രീൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ വീഡിയോയുടെ ഒരു മേജർ പാർട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ കറന്റ് ഫേവറേറ്റ് സൺസ്ക്രീൻ. ആക്ച്വലി ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 4 years ആയിട്ടോ. അപ്പോൾ ഈ ഒരു ജേർണിയിൽ എനിക്ക് പണി തന്ന സൺസ്ക്രീൻസും ഉണ്ട്, എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത സൺസ്ക്രീൻ ഉണ്ട്. പക്ഷേ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 to 7 ട്യൂബ്സ് ഞാൻ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതുവരെ സ്വിച്ച് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്കത് വർക്ക് ചെയ്യണത്. ഇറ്റ്സ് ഫ്രം ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീൻ ആണിത്. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ഫോർമുലേഷൻ ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകും. നമ്മുടെ ഈ സ്കിൻ ചില സൺസ്ക്രീൻ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. അത് ഈ സൺസ്ക്രീൻ ഇല്ല. നമ്മളത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആയി പോവും. എന്നിട്ടൊരു നാച്ചുറൽ ഗ്ലോ ഉണ്ട്. അതിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു മൊമെന്റിലും പിന്നെ കുറച്ച് നേരത്തേക്കും നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ തരും. ഈവൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിലും അതൊരു സ്മൂത്ത് ഫിനിഷ് തരും. ആക്ച്വലി അത്ര ഒരു ബ്യൂട്ടിഫുൾ സൺസ്ക്രീൻ ആണിത്. ഇത് നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. പക്ഷേ കുറേ ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ആൻഡ് ഈ സൺസ്ക്രീൻ്റെ SPF ഫാക്ടർ എന്ന് പറയുന്നത് SPF 50+ ആണ്. ആൻഡ് ഇതിന് PA+++++, 4 പ്ലസ് ഉണ്ട്. അപ്പോൾ എത്രയും പ്ലസ് കൂടുന്നു അത്രയും നല്ലതായിരിക്കും. എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇഫ് യു ഹാവ് കോമ്പിനേഷൻ സ്കിൻ, നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. കാരണം എൻ്റെ സ്കിൻ കോമ്പിനേഷൻ ആണ്, എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഞാൻ ഫേസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ബോഡിക്ക് വേണ്ടി. കാരണം ഇത് നമുക്ക് ബോഡിക്ക് വേണ്ടി കൂടെ യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എവറി വീക്ക് നമ്മൾ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഫേസിന് വേണ്ടിയും നെക്കിന് വേണ്ടിയും ഈ ഒരു സൺസ്ക്രീനും, പിന്നെ ബോഡിയിലേക്ക് നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ ലോഷൻ വാങ്ങിക്കാം. നമ്മുടെ ബോഡി ലോഷൻ ഇല്ലേ, അതുപോലെ സൺസ്ക്രീൻ SPF ഉള്ള ബോഡി ലോഷൻസും അവൈലബിൾ ആണ്. ഇത് നമ്മൾ വൺസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 months ഒക്കെ നിൽക്കൂട്ടോ. എവറിഡേ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 2 months അല്ലെങ്കിൽ 1.5 months ഇത് എന്തായാലും ലാസ്റ്റ് ചെയ്യും. സോ ഇഫ് യു ഹാവ് കോമ്പിനേഷൻ സ്കിൻ, ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ if you guys like this.
ആൻഡ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റിൽ പറയാം. അപ്പോൾ സൺസ്ക്രീനിനെ പറ്റി എനിക്ക് അറിയാവുന്ന ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ ഒന്ന് ബ്രീഫായിട്ട് കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറയാം. ആൻഡ് നിങ്ങൾക്ക് സൺസ്ക്രീൻ മാത്രമല്ല കേട്ടോ, വേറെ എന്തെങ്കിലും സ്കിൻ കെയർ റിലേറ്റഡ് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് സജഷൻ വേണമെങ്കിലും വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിന് റിവ്യൂസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഡു ലെറ്റ് മീ നോ. ഷുവർ ആയിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഒരു ലവ് എമോജി കമന്റിലും ഇട്ടോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ഓസം ഗൈസ് ആൻഡ് ബി ഹാപ്പി. ഓക്കെ, ബൈ.